ഞാൻ ഫസ്റ്റ് സിനിമ JSK ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയൊരു മൊമെന്റ് എന്ന് പറയുന്നത് രാജുവേട്ടൻ. ഹി ടോൾഡ് മീ ദാറ്റ് ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ്, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട്. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണം ഞാൻ ഒരു 2-3 തവണ ഞാൻ രാജുവേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ രാജുവേട്ടനെ എനിക്ക് അതിലൂടെ പിടിച്ചതാണ്. ഇത് ഈ സിനിമയിലെ ട്രെയിലർ കണ്ട ഡയലോഗാണ്. അതിപ്പം സുരേഷ് ഏട്ടന്റെ ഒരു അതുക്കും മേലെ എന്നൊരു ഡയലോഗുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഗോകുലിന്റെ സിനിമകളിലാണെങ്കിൽ ശരി, സുരേഷ് ഏട്ടന്റെ ചില റിസംബ്ലൻസിലെ ഡയലോഗുകൾ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഗഗനചാരിയിൽ പോലും അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ അതോ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇത് പറയാം എന്ന് ഉണ്ടായിരുന്നോ? ഗഗനചാരിയിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നതായിട്ട് എനിക്ക് ഡയലോഗ് അല്ല, എക്സ്പ്രഷൻ, റിസംബ്ലൻസ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഓക്കെ, സോറി, ഞാനപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല, സോറി. ഈ ഒരു ഡയലോഗ് കുമ്മാട്ടിക്കളിയിലോട്ട് വരുന്നത് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ബിഫോർ യു, ഒരു ആക്ടറായിട്ടുള്ള സമയത്ത് അവര് ചെയ്തൊരു ലൈൻ ഓഫ് വർക്ക് ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ അത് ആ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് എന്നും പ്രേക്ഷകർക്ക് ഒരു ഹാപ്പി മൊമെന്റോ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റോ കൊടുക്കുന്ന ഒരു സാധനമാണ്. കുമ്മാട്ടിക്കളിയിലെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ്. ആ ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയ ഡയലോഗാണ്. ആൻഡ് അസീസിക്ക ആണ് അവിടെ ചോദിക്കുന്നത്, ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ചോദ്യം ചോദിച്ചതിന് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നൊരു ചോദ്യം വന്നാൽ അപ്പൊ ആപ്റ്റായിട്ട് തോന്നി എനിക്ക് അവിടെ. അതുക്കും മേലെ എന്ന് പറയാനായിട്ടുള്ളത് ആപ്റ്റായിട്ട് തോന്നി. തമിഴ് ഒരുപാട്, ഇതിന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ തമിഴിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള മലയാളം സിനിമ തന്നെയാണ് കുമ്മാട്ടിക്കളി. സോ അതുക്കും മേലെ എന്നുള്ളൊരു തമിഴ് ഡയലോഗും ഈ സുരേഷ് ഗോപി റിസംബ്ലൻസും അതിന് വരും. ആൻഡ് ഓൾസോ മോർ ദൻ എനിത്തിങ് ഇറ്റ് മേക്ക് സെൻസ്. ആ ഒരു സീനിന് ഒരുപാട് സെൻസ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു കണക്ട് ആ ഡയലോഗിന് വരത്തില്ല പറഞ്ഞതിന്. സോ ഐ ഗസ് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതായിരുന്നു, കയ്യിൽ നിന്ന് വന്നതാണ്. ചെയ്തപ്പോൾ സാറിന് അത് ഇഷ്ടപ്പെട്ടു. സോ അത് സിനിമയിലോട്ട് വന്നു. വിജയിനെ സമ്പാദിക്കാനാണോ അതോ ഇത് പറയുമ്പോൾ തന്നെ പേടി ഉണ്ടായിരുന്നു? കാരണം 2 വട്ടം വിജയ് വെച്ച് പടം ചെയ്തൊരു ഡയറക്ടർ ഇങ്ങനെ ഇപ്പൊ വന്ന ഈ ഒരു ഇത് പറയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? 2 വട്ടം തലപ്പത്തി വിജയനെ വെച്ച് ഡയറക്ട് ചെയ്തത് മാത്രമല്ല, ഗോട്ടിന് മുന്നേ വിജയനെ നെഗറ്റീവ് ഷെയ്ഡില് ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിട്ടുള്ളത് സർ ഡയറക്ട് ചെയ്തതാണ്. ആൻഡ് പുതിയൊരു വിജയനെ സമ്മാനിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക, പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക. ഞാൻ മാധവ് സുരേഷാണ്, ഞാൻ മാധവ് സുരേഷായിട്ട് വളർന്നോട്ടെ. ബാക്കി വഴിയെ വെച്ച് നമുക്ക് കണ്ടറിയാം. ഈ ഒരു സബ്ജക്ട് പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നു. കാരണം വിജയ് സാറിനെ കുറച്ച് ആൾക്കാർ പടം ചെയ്യുന്നതുകൊണ്ട് ഈ ഡയറക്ടറായിട്ട് വരുമ്പോൾ ഒരു ഹിറ്റ് സമ്മാനിക്കുന്നതൊരു നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല. അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയും ഞാൻ വർക്ക് ചെയ്ത JSK ആണെങ്കിലും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവൂ, ആൾക്കാർ കാണൂ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറെ ഫ്രാഗ്മെന്റ്സ് വിൻസെന്റ് സാറിന്റെ ക്രിയേറ്റിവിറ്റി വഴി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും. അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി ഇനി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെ ഇരിക്കും.